ലോകരാഷ്ട്രീയത്തിലും പ്രവാസി ലോകത്തും ഇപ്പോൾ വലിയ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ഒരു വശത്ത് ലക്ഷക്കണക്കിന് പ്രവാസികൾക്കായിട്ട് UAE തങ്ങളുടെ പുതിയ വിസ നിയമങ്ങൾ കണിശമാക്കിയിരിക്കുന്നു. മറുപുറത്ത് ഇമ്രാൻഖാന്റെ പതനത്തിന് കാരണമായ ലണ്ടൻ പ്ലാൻ വഴി ട്രംപുമായി അടുത്ത പാകിസ്ഥാൻ ആർമി ഇപ്പോൾ തങ്ങളുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ സൈന്യത്തെയും രഹസ്യമായിട്ട് സൗദിയിൽ വിന്യസിച്ച് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു മിലിറ്ററി ഗെയിം കളിക്കുകയാണ്. എന്നാൽ ഈ വമ്പൻ മാറ്റങ്ങൾക്കിടയിലും യൂറോപ്പിലെ പണക്കാരായ നോർഡിക് രാജ്യങ്ങളുമായി കൈകോർത്ത് ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പ്രവാസികൾ അറിയേണ്ട പുതിയ നിയമങ്ങൾ മുതൽ ഈ ആഗോള അണിയറ കഥകൾ വരെ പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. കറക്റ്റ് 4 ദിവസങ്ങൾ വെറും 96 മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് 1-ൽ ബെയ്ജിംഗിൽ നിന്നിറങ്ങുമ്പോൾ ലോകം വിചാരിച്ചു ചൈന ഇനി അമേരിക്കയുടെ തോളിൽ കൈയിടുമെന്ന്. ട്രംപ് മടങ്ങി ചൈനീസ് മണ്ണിലെ ചുവപ്പ് പരവതാനി മാറ്റാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ ദേ വരുന്നു അടുത്ത സൂപ്പർ പവർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബെയ്ജിംഗിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ, മെയ് 19, 2026 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബെയ്ജിംഗിൽ എത്തിക്കഴിഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? ചൈന ഇപ്പോൾ ലോക നയതന്ത്രത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. ഒരേ ആഴ്ചയിൽ തന്നെ അമേരിക്കയുടെയും റഷ്യയുടെയും തലവന്മാരെ മാറി മാറി സൽക്കരിക്കാൻ ചൈനയ്ക്ക് എങ്ങനെ സാധിക്കുന്നു? ഷി ജിൻപിങ്ങിന്റെ പ്ലാൻ എന്താണ്? ചൈന റഷ്യയെ സഹായിക്കുകയാണോ അതോ ട്രംപിനെ വെച്ച് ബലപരീക്ഷണം നടത്തുകയാണോ? ഈ ഹൈ വോൾട്ടേജ് സമ്മിറ്റിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ടൈം ലൈൻ ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൈനയിലെ ഫോറിൻ മിനിസ്റ്റർക്ക് ശ്വാസം വിടാൻ സമയമില്ലാത്ത അവസ്ഥയായിരുന്നു. 9 വർഷത്തിനു ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ബെയ്ജിംഗിൽ വന്ന് ഷി ജിൻപിങ്ങുമായിട്ട് ഹൈ സ്റ്റേക്ക് സമ്മിറ്റ് നടത്തി. ട്രംപ് ചൈന വിട്ടത് വളരെ ഹാപ്പി ആയിട്ടാണ്. ഇൻക്രെഡിബിൾ, അൺഫർഗേറ്റബിൾ എന്നൊക്കെയാണ് ട്രംപ് ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. US ചൈന ബന്ധം മുൻപത്തേക്കാൾ മികച്ചതാകുമെന്നും വരും സെപ്റ്റംബറിൽ ഷി ജിൻപിങ് അമേരിക്ക സന്ദർശിക്കുമെന്നും ട്രംപ് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ട്രംപ് പോയി കൃത്യം 4 നാൾ, അതായത് മെയ് 19 ചൊവ്വാഴ്ച പുടിൻ ബെയ്ജിംഗിൽ വിമാനമിറങ്ങി. ക്രെംലിൻ വക്താവ് യൂറി ഉഷക്കോവ് പറഞ്ഞത് ചൈനീസ് മണ്ണിൽ പുടിന് ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത തരത്തിലുള്ള ടൈറ്റ് ഷെഡ്യൂൾ ആണ് എന്നാണ്. അതായത് വെറും ഒരു ചായ കുടിയും അതുപോലെ കൈകൊടുക്കലും ഒന്നുമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. മിനിറ്റുകൾ വെച്ച് പ്ലാൻ ചെയ്ത ഹൈ വോളിയം ചർച്ചകൾ, അടച്ചിട്ട മുറിയിലെ അതീവ രഹസ്യ മീറ്റിംഗുകൾ, അമേരിക്കയുടെ ഉറക്കം കെടുത്താൻ പോകുന്ന വമ്പൻ കരാറുകളാണ് ഈ ബിസി പ്രോഗ്രാമിൽ ഒപ്പിടാൻ പോകുന്നത്. ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി നേരിട്ടെത്തിയിട്ടാണ് പുടിന് എയർപോർട്ടിൽ സ്വീകരിച്ചത്. ഓണഗാർഡ്സും കുട്ടികളുടെ സ്വീകരണവും ഒക്കെയായി വൻ വരവേൽപ്പ്. ഗ്ലോബൽ ടൈംസ് പോലുള്ള ചൈനീസ് സ്റ്റേറ്റ് മീഡിയ ഇപ്പോൾ ഇതിനെ വലിയ രീതിയിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. പോസ്റ്റ് കോൾഡ് വാർ യുഗത്തിൽ ഒരേ ആഴ്ചയിൽ തന്നെ US റഷ്യൻ നേതാക്കളെ ബാക്ക് ടു ബാക്ക് ഹോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു രാജ്യമില്ല എന്ന് ചൈനീസ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ചൈന ഗ്ലോബൽ ഡിപ്ലോമസിയുടെ ഫോക്കൽ പോയിന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞുവെന്ന് കാണിക്കാനുള്ള ഒരു വമ്പൻ ഷോ ഓഫ് കൂടിയാണിത് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 നേതാക്കളും തമ്മിലുള്ള കെമിസ്ട്രി ഒന്ന് നോക്കാം. വ്ളാഡിമിർ പുടിനും ഷി ജിൻപിങ്ങും തമ്മിൽ ഇതുവരെ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നറിയാമോ? 40-ലധികം തവണ. ഒരു പാശ്ചാത്യ നേതാവുമായും ഷി ഇത്രയും അധികം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടില്ല. ഈ സന്ദർശനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റഷ്യയും ചൈനയും തമ്മിലുള്ള ട്രീറ്റി ഓഫ് ഗുഡ് നെയ്ബർലിനെസ് ആൻഡ് ഫ്രണ്ട്ലി കോഓപ്പറേഷൻ ഒപ്പുവെച്ചതിന്റെ 25ാം വാർഷികവും അവരുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ 30ാം വാർഷികവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി ഇരുവരും പരസ്പരം കൺഗ്രാറ്റുലേറ്ററി ലെറ്റേഴ്സ് അയച്ച് ബന്ധം എത്രത്തോളം സോളിഡ് ആണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ചരിത്രം എപ്പോഴും ഇങ്ങനെ സ്മൂത്ത് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അല്ല. പഴയ സോവിയറ്റ് യൂണിയന്റെ കാലത്ത്, അതായത് 1969-ൽ ചൈനയും റഷ്യയും തമ്മിൽ സിനോ സോവിയറ്റ് ബോർഡർ കോൺഫ്ലിക്റ്റ് വരെ ഉണ്ടായ ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി അമേരിക്ക എന്ന കോമൺ ശത്രുവിനെ നേരിടാൻ ഇവർ തമ്മിലുള്ള പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് ലിമിറ്റ്സ് ഇല്ലാത്ത സൗഹൃദം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശത്രുവിന്റെ ശത്രു മിത്രം സ്കീമാണിത്. അമേരിക്കയും യൂറോപ്പും റഷ്യയ്ക്ക് മേൽ വൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയെ താങ്ങി നിർത്തിയത് ചൈനയാണ്. 2022-ലെ ഫുൾ സ്കെയിൽ ഇൻവേഷന് ശേഷം ചൈന റഷ്യ ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് ലെവലിലാണ് ഉയർന്നത്. റഷ്യയുടെ കയറ്റുമതിയുടെ 1/4 ഭാഗത്തിലധികവും വാങ്ങുന്നത് ചൈനയാണ്. റഷ്യൻ ഓയിലും ഗ്യാസും ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങി ചൈന തങ്ങളുടെ എനർജി സെക്ടർ ഭദ്രമാക്കുന്നു. പകരം റഷ്യയ്ക്ക് ആവശ്യമായ ഇലക്ട്രോണിക്സും മറ്റ് സാങ്കേതിക സഹായങ്ങളും ചൈന നൽകുന്നു. വെസ്റ്റേൺ ഡിപ്ലോമാറ്റുകൾ പറയുന്നത് ചൈനയുടെ ഈ സാമ്പത്തിക പിന്തുണയാണ് റഷ്യയ്ക്ക് യുക്രൈനിൽ ഇത്രയും കാലം യുദ്ധം തുടരാൻ ലൈഫ് ലൈൻ നൽകുന്നത് എന്നാണ്. എന്നാൽ രസകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ട്രംപും ഷിയും തമ്മിൽ കണ്ടപ്പോൾ ഈ യുക്രൈൻ വിഷയം വലിയ ചർച്ചയായില്ല. ചൈനീസ് സ്റ്റേറ്റ്മെന്റിൽ ജസ്റ്റ് യുക്രൈൻ ക്രൈസിസ് എന്ന് മാത്രം പരാമർശിച്ചപ്പോൾ US സ്റ്റേറ്റ്മെന്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രംപിന്റെ ഫോക്കസ് കൂടുതലും ട്രേഡ്, തായ്വൻ, മിഡിൽ ഈസ്റ്റ് എന്നീ വിഷയങ്ങളിലായിരുന്നു.
അതുകൊണ്ട് തന്നെ പുടിൻ ഇപ്പോൾ ചൈനയിൽ എത്തുമ്പോൾ തനിക്ക് ചൈനയുടെ പിന്തുണ ഉറപ്പാണെന്ന് ട്രംപിന് കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു അവസരമാണിത്. ഇനി നമുക്ക് ഈ സമ്മിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലേക്ക് കടക്കാം. CNBCയും ദി ഇക്കണോമിസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ സന്ദർശനത്തിൽ റഷ്യയും ചൈനയും തമ്മിൽ വലിയൊരു കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അതാണ് പവർ ഓഫ് സൈബീരിയ 2 ഗ്യാസ് പൈപ്പ്ലൈൻ പ്രോജക്ട്. റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ട് നാച്ചുറൽ ഗ്യാസ് എത്തിക്കുന്ന വമ്പൻ പദ്ധതിയാണിത്. യൂറോപ്പിലേക്കുള്ള ഗ്യാസ് സപ്ലൈ കട്ടായാൽ റഷ്യയ്ക്ക് ചൈനീസ് മാർക്കറ്റ് അത്രമേൽ പ്രധാനമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പുടിൻ വന്നയുടൻ ചൈന ഇത് ഒപ്പിടാൻ നോക്കുന്നത്? ഇതിനു പിന്നിൽ വലിയൊരു തായ്വാൻ കണക്കുകൂട്ടൽ ഉണ്ട് എന്ന് അറ്റ്ലാന്റിക് കൗൺസിലിലെ സീനിയർ ഫെലോ ജോസഫ് വെബ്സ്റ്റർ നിരീക്ഷിക്കുന്നുണ്ട്. ഭാവിയിൽ ചൈന തായ്വാൻ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടാകുകയോ മറ്റോ ചെയ്താൽ അമേരിക്ക ചൈനയിലേക്കുള്ള കടൽ വഴിയുള്ള എനർജി സപ്ലൈ ബ്ലോക്ക് ചെയ്തേക്കാം. ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചൈനയ്ക്ക് തങ്ങളുടെ ഇൻഡസ്ട്രീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യയിൽ നിന്നുള്ള കരമാർഗമുള്ള ഗ്യാസും ഓയിലും അത്യാവശ്യമാണ്. അതായത് ഒരു വലിയ യുദ്ധമുണ്ടായാൽ വരാൻ പോകുന്ന എനർജി ഷോക്ക് അത് മറികടക്കാനുള്ള ചൈനയുടെ ഇൻഷുറൻസ് പോളിസിയാണ് റഷ്യയിൽ നിന്നുള്ള ഈ ഇന്ധന കരാറുകൾ. തായ്വാൻ വിഷയത്തിൽ ട്രംപിന് ഷി ജിൻപിങ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഈ റഷ്യൻ കണക്ട് വെറും ഒരു കച്ചവടമല്ല, മറിച്ചൊരു വലിയൊരു ഡിഫൻസ് സ്ട്രാറ്റജി കൂടിയാണ്. ചുരുക്കം പറഞ്ഞാൽ ചൈന ഇപ്പോൾ ഒരു വശത്ത് ഒരു കൈയിൽ അമേരിക്കയുമായിട്ട് ട്രേഡ് ടോക്സ് നടത്തുമ്പോൾ മറുകൈയിൽ റഷ്യയുമായിട്ട് സ്ട്രാറ്റജിക് ഡീലുകൾ ഉറപ്പിക്കുകയാണ്. അമേരിക്കയെ പിണക്കാതെ തന്നെ റഷ്യയെ ഒപ്പം നിർത്തുക എന്ന ഷി ജിൻപിങ്ങിന്റെ ഡബിൾ എഡ്ജ് നയതന്ത്രത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ആഴ്ച നമ്മൾ ബീജിംഗിൽ കണ്ടത്. റഷ്യ ചൈന വർഷങ്ങളായിട്ടുള്ള എഡ്യൂക്കേഷണൽ പാർട്ണർഷിപ്പും സാമ്പത്തിക സഹകരണവും ഈ സന്ദർശനത്തോടെ കൂടുതൽ ശക്തമാകും. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ഫസ്റ്റ് നയങ്ങളെ നേരിടാൻ ഈ പുടിൻ ഷീ സഖ്യത്തിന് സാധിക്കുമോ? അതോ ചൈന റഷ്യയെ വെറും ഒരു കരുവാക്കുകയാണോ? ലോകം ഉറ്റുനോക്കുകയാണ്. ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് UAE വന്ന ഒരു നല്ല കരിയറും ജീവിതവും കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കാത്ത പ്രവാസികൾ ചുരുക്കമായിരിക്കും. സുരക്ഷിതമായ അന്തരീക്ഷം, മികച്ച ശമ്പളം, ലക്ഷറി ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ആകർഷണങ്ങൾ ഒരുപാടാണ്. പക്ഷേ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന തിളക്കമുള്ള ജീവിതത്തിന് പിന്നിൽ വളരെ ശക്തമായ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ചില നിയമങ്ങളുണ്ട്. UAE മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം, അതായത് നമ്മൾ ചുരുക്കത്തിൽ പറയുന്ന മോരെ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിററ്റൈസേഷൻ ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളിൽ കാലോചിതമായി വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. പലപ്പോഴും നമ്മുടെ പ്രവാസികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണ് എന്ന് വെച്ചാൽ കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആരെങ്കിലുമോ ഒക്കെ പറയുന്ന കേട്ടറിവുകൾ വെച്ച് നിയമങ്ങളെ വിലയിരുത്തും. ജോലി മാറുമ്പോഴും നിലവിലെ കമ്പനി രാജിവെക്കുമ്പോഴും വിസ ക്യാൻസൽ ചെയ്യുമ്പോഴും നമ്മൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ മതി വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കരിയർ ഒറ്റ ദിവസം കൊണ്ട് തകരാൻ. അത് കനത്ത പിഴയിലേക്കും ചിലപ്പോൾ UAE നിന്നും ഒപ്പം മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും തന്നെയുള്ള ലൈഫ് ടൈം ബാനിലേക്കും വഴിമാറിയേക്കാം. നിങ്ങൾ ഇപ്പോൾ UAE ജോലി ചെയ്യുന്ന ആളാണോ? അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് മാറാൻ പ്ലാൻ ചെയ്യുകയാണോ? എങ്കിൽ വിസ ക്യാൻസലേഷന് ശേഷമുള്ള ഗ്രേസ് പീരീഡിനെ കുറിച്ചും ജോലി രാജിവെക്കുമ്പോൾ പാലിക്കേണ്ട കണിശമായ നിയമങ്ങളെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന 5 വലിയ മിഥ്യാധാരണകളെക്കുറിച്ചും അതിന്റെ പിന്നിലെ യഥാർത്ഥ നിയമങ്ങളെക്കുറിച്ചുമാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റേജിലേക്ക് കടക്കാം. നിങ്ങൾ പുതിയൊരു ജോലി കിട്ടി നിലവിലെ കമ്പനി മാറാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ലേബർ കോൺട്രാക്ട് ചെക്ക് ചെയ്യുക എന്നതാണ്. UAE തൊഴിൽ നിയമപ്രകാരം കരാർ അനുസരിച്ച് ഒരു നിശ്ചിത നോട്ടീസ് പീരീഡ് വ്യവസ്ഥയുണ്ട്. ഇത് സാധാരണയായിട്ട് 30 ദിവസം മുതൽ 90 ദിവസം വരെ ആകാം. ഈ കാലയളവ് കമ്പനിയിൽ ജോലി ചെയ്ത് പൂർത്തിയാക്കാതെ പെട്ടെന്നൊരു ദിവസം ജോലിക്ക് വരാതിരിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. പുതിയൊരു ജീവനക്കാരനെ കണ്ടെത്താനും നിങ്ങളുടെ നിലവിലെ ചുമതലകൾ സുഗമമായി മറ്റൊരാൾക്ക് കൈമാറാനും തൊഴിലുടമയ്ക്ക് സമയം നൽകാനാണ് നിയമം ഈ കാലാവധി വച്ചിരിക്കുന്നത്. ഇത് പാലിച്ചില്ലെങ്കിൽ അത് കടുത്ത കരാർ ലംഘനമായി കണക്കാക്കും. അങ്ങനെ വന്നാൽ നിങ്ങളിൽ നിന്നും വൻ തുക നഷ്ടപരിഹാരം ഈടാക്കാൻ കമ്പനിക്ക് നിയമപരമായ അവകാശമുണ്ടായിരിക്കും. ഇനി അടുത്തത് രാജി സമർപ്പിക്കുന്ന രീതിയാണ്. UAE നിയമപ്രകാരം വാക്കാലുള്ള രാജിക്ക് യാതൊരുവിധ നിയമസാധുതയുമില്ല. രാജി എപ്പോഴും ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ കത്ത് നൽകിയോ രേഖാമൂലം തന്നെ ആയിരിക്കണം. കൂടാതെ കമ്പനി അത് സ്വീകരിച്ചു എന്നതിന്റെ രേഖാമൂലമുള്ള സ്ഥിരീകരണവും, അതായത് അക്നോളജ്മെന്റ് വാങ്ങി സൂക്ഷിക്കണം. ഇനി നിയമപരമായിട്ട് രാജി സമർപ്പിക്കാതെയും നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കാതെയും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ജീവനക്കാർക്കെതിരെ അബ്സ്കൗണ്ടിംഗ്, ഒളിച്ചോട്ടത്തിന് കേസ് ഫയൽ ചെയ്യാൻ തൊഴിലുടമയ്ക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ്. ഇത് നിങ്ങളുടെ റെസിഡൻസി പദവിയെ ഉടനടി റദ്ദാക്കുക മാത്രമല്ല രാജ്യത്ത് നിങ്ങളെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്യും. പിന്നീട് UAE മറ്റ് GCC രാജ്യങ്ങളിലോ പ്രവേശിക്കുന്നതിന് ലൈഫ് ടൈം ബാൻ വരെ ലഭിക്കാം. അതുകൊണ്ട് കമ്പനിയുമായി എത്ര വലിയ പ്രശ്നമുണ്ടായാലും നിയമപരമായ വഴികളിലൂടെ അല്ലാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കരുത്.
അടുത്തതായിട്ട് ജോലി നിർത്തുമ്പോൾ കമ്പനി തന്നിട്ടുള്ള വാഹനം, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ യാതൊരുവിധ കേടുപാടുകളും കൂടാതെ തിരികെ ഏൽപ്പിച്ച് ഹാൻഡ് ഓവർ സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കണം. ഇതിനൊപ്പം തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സേവനാനന്തര ആനുകൂല്യങ്ങൾ വാങ്ങുക എന്നത്. വിസ ക്യാൻസലേഷൻ ഫോമിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് എനിക്ക് ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളവും പൂർണ്ണമായി ലഭിച്ചു എന്ന് ജീവനക്കാരൻ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. പല കമ്പനികളും പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഒപ്പിടൂ, ക്യാൻസലേഷൻ കഴിഞ്ഞ ഉടൻ പണം അക്കൗണ്ടിൽ ഇടാമെന്ന്. സുഹൃത്തുക്കളെ, ഒരിക്കലും ആ കെണിയിൽ വീഴരുത്. നിങ്ങൾ ആ ഫോമിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിയമപരമായി ആ പണം ചോദിച്ചു വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പണം കൃത്യമായി കയ്യിൽ കിട്ടിയതിനു ശേഷം മാത്രം ക്യാൻസലേഷൻ ഫോമിൽ ഒപ്പുവെക്കുക. അതുപോലെ ഒരു വിസ നിലനിൽക്കെ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കടുത്ത ശിക്ഷാർഹമായ കുറ്റമാണെന്ന കാര്യവും ഓർക്കണം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം, ഗ്രേസ് പീരിയഡ്. വിസ ഒഫീഷ്യലായിട്ട് റദ്ദാക്കി കഴിഞ്ഞാൽ പ്രവാസികൾക്ക് രാജ്യത്ത് നിയമപരമായി തുടരുന്നതിനായിട്ട് അനുവദിക്കുന്ന നിശ്ചിത സമയമാണ്. UAEയുടെ പുതിയ നിയമപ്രകാരം ഓരോ വിസ കാറ്റഗറിക്കും വ്യത്യസ്തമായ ഗ്രേസ് പീരിയഡുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മോറെ അൺസ്കിൽഡ് വിസ സാധാരണ അതുപോലെ മോറെ സ്കിൽഡ് വിസ ആണെങ്കിൽ, അതായത് അതിൽ വരുന്നത് പ്രൊഫഷണലുകളും ഉദ്യോഗസ്ഥരുമാണ്, ഇവർക്ക് 60 ദിവസങ്ങളുണ്ട് ഗ്രേസ് പീരിയഡ്. ഇനി ഇൻവെസ്റ്ററോ പാർട്ട്ണർ വിസയോ ഉള്ള ബിസിനസ്സുകാർക്ക് 90 ദിവസം വരെയുണ്ട്. ഗ്രീൻ വിസയും അതുപോലെ ഗോൾഡൻ വിസയും ഉള്ള ഉടമകൾക്ക് 180 ദിവസങ്ങൾ വരെയുമാണ് ഗ്രേസ് പീരിയഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വിസ ഏത് ടൈപ്പ് ആണോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഗ്രേസ് പീരിയഡ് ലഭിക്കൂ എന്ന് ചുരുക്കം. ഇനി ഈ ഗ്രേസ് പീരിയഡുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന 5 തെറ്റായ ധാരണകളും അതിന്റെ യാഥാർത്ഥ്യവും വേഗത്തിലൊന്ന് പരിശോധിക്കാം. 1, എല്ലാവർക്കും 180 ദിവസം കിട്ടുമോ? ഇല്ല. ഗോൾഡൻ, ഗ്രീൻ വിസക്കാർക്ക് മാത്രമാണ് 180 ദിവസം. സാധാരണ തൊഴിലാളികൾക്ക് 30 ദിവസവും സ്കിൽഡ് ജീവനക്കാർക്ക് 60 ദിവസവുമാണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗ്രേസ് പീരിയഡ് എന്ന് മുതലാണ് തുടങ്ങുന്നത്? നിങ്ങൾ ജോലി നിർത്തിയ ദിവസം മുതലോ രാജി നൽകിയ ദിവസം മുതലോ അല്ല ഇത് തുടങ്ങുന്നത്. കമ്പനി നിങ്ങളുടെ വിസ ഇമിഗ്രേഷൻ വകുപ്പ് വഴി ഒഫീഷ്യലായിട്ട് ക്യാൻസൽ ചെയ്ത് ക്യാൻസലേഷൻ പേപ്പർ തരുന്ന അന്ന് മുതലാണ് ദിവസങ്ങൾ എണ്ണി തുടങ്ങേണ്ടത്. ഇനി മൂന്നാമത്തെ സംശയം, ഈ സമയത്ത് ജോലി മാറാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. രാജ്യം വിട്ടുപോകാതെ തന്നെ പുതിയൊരു ജോലി കണ്ടെത്താനാണ് സർക്കാർ ഈ ഒരു സമയം അനുവദിച്ചിരിക്കുന്നത്. ഗ്രേസ് പീരിയഡ് തീരുന്നതിന് മുൻപ് പുതിയ വിസ നടപടികൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടരാം. ഇനി നാലാമത്തെ ചോദ്യം, ഗ്രേസ് പീരിയഡിനിടയിൽ രാജ്യം വിട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു തവണ UAEയിൽ നിന്ന് പുറത്തു പോയാൽ ആ ഗ്രേസ് പീരിയഡ് അതോടെ അവസാനിക്കും. പിന്നീട് ആ പഴയ വിസയുടെ പുറത്ത് തിരികെ വരാൻ കഴിയില്ല. പുതിയ വിസ എടുക്കേണ്ടി വരും. ഇനി അഞ്ചാമത്തേത്, കുറച്ചു ദിവസത്തെ ഓവർസ്റ്റേ ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ്. തീർച്ചയായും വലിയ പ്രശ്നം തന്നെയാണ്. ഗ്രേസ് പീരിയഡ് കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും 50 ദിർഹം വീതം പിഴ അടയ്ക്കണം. ഇത് നിങ്ങളുടെ ഭാവിയിലെ വിസ അപ്രൂവലുകളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് UAEയിലെ തൊഴിൽ നിയമങ്ങൾ പ്രവാസികളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് നമ്മുടെ സംരക്ഷണത്തിനും രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ പുരോഗതിക്കും വേണ്ടിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തൊഴിൽ മാറ്റങ്ങളും രാജിവെക്കലുകളും ജീവിതത്തിലെ വളരെ സ്വാഭാവികമായ പ്രക്രിയകളാണ്. എന്നാൽ അവ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം നിർവഹിക്കേണ്ടത്. കൃത്യമായ നോട്ടീസ് പീരിയഡ് പാലിക്കുക, രേഖാമൂലം മാത്രം രാജി സമർപ്പിക്കുക, കമ്പനിയുടെ ബാധ്യതകൾ തീർക്കുക, നിങ്ങളുടെ വിസ ടൈപ്പ് അനുസരിച്ചുള്ള ഗ്രേസ് പീരിയഡ് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നിവ ഓരോ പ്രവാസിയുടെയും കടമയാണ്. നിയമങ്ങളെ ബഹുമാനിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നതിലൂടെ വലിയ നിയമക്കുരുക്കുകളിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷ നേടാം. സുരക്ഷിതവും സുതാര്യവുമായ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ നിയമപരമായ അറിവുകൾ എപ്പോഴും പ്രവാസികൾക്ക് ഒരു വഴികാട്ടിയായിരിക്കണം. ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ ഒരു പ്രശസ്തമായ നയതന്ത്ര തത്വമുണ്ട്. ഇവിടെ സ്ഥിരമായ ശത്രുക്കളോ സുഹൃത്തുക്കളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വാചകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് പാകിസ്ഥാന്റെ കാര്യത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിലുള്ള ആത്മബന്ധം ഇപ്പോൾ ലോക രാജ്യങ്ങളെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുകയാണ്. ട്രംപ് മുനീറിനെ വിശേഷിപ്പിച്ചത് മൈ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സൗഹൃദം പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഇതിന് പിന്നിൽ 2019 മുതൽ ലണ്ടൻ കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട ലണ്ടൻ പ്ലാൻ എന്ന ഒരു മാസ്റ്റർ സ്ട്രാറ്റജിയുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്ന് തെറിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഈ അന്താരാഷ്ട്ര ചതുരംഗ കളി ഇന്ന് US ഇറാൻ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാനെ ഒരു പ്രധാന ഇടനിലക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ്. ജോ ബൈഡന്റെ കാലത്ത് കടുത്ത മരപ്പിലായിരുന്ന US പാക് ബന്ധം ഇന്ന് 7ാം സ്വർഗത്തിലാണ് എന്ന് പറയണം. ആഗോള മാധ്യമമായ ഡാപ്സൈഡ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇമ്രാൻഖാന്റെ പതനം മുതൽ ട്രംപിന്റെ കീഴിലുള്ള പാകിസ്ഥാന്റെ പുതിയ ഉദയം വരെയുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറ്റിവരച്ച ലണ്ടൻ പ്ലാൻ എന്ന ആശയത്തിന് പിന്നിൽ വലിയൊരു അധികാര തർക്കത്തിന്റെ കഥയുണ്ട്.
2019 ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ ISI മേധാവിയായിരുന്ന അസീം മുനീറിനെ ആ പദവിയിൽ നിന്നും പെട്ടെന്ന് നീക്കി. പദവി നഷ്ടപ്പെട്ട മുനീർ അന്ന് ലണ്ടനിൽ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്ന മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. ഇമ്രാൻഖാൻ പിന്നീട് പരസ്യമായി ആരോപിച്ചതുപോലെ മുനീറും ഷെരീഫ് കുടുംബവും പാകിസ്ഥാനിലെ ചില ഉന്നത ജഡ്ജിമാരും ചേർന്ന് ലണ്ടനിൽ വെച്ചാണ് ഇമ്രാനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ലണ്ടൻ പ്ലാൻ തയ്യാറാക്കിയത്. ഈ ആഭ്യന്തര ഗൂഢാലോചനയിലേക്ക് പിന്നീട് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA കൂടി പങ്കാളികളാക്കാൻ പാകിസ്ഥാൻ മിലിറ്ററിക്ക് സാധിച്ചു. അതിന് അമേരിക്കയ്ക്ക് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിച്ചതിന് ശേഷം അവിടെ ഡ്രോൺ ഓപ്പറേഷനുകൾ നടത്തുന്നതിനായിട്ട് പാകിസ്ഥാനിൽ താവളങ്ങൾ അനുവദിക്കണമെന്ന് CIA ഡയറക്ടർ വില്യം ബേൺസ് ആവശ്യപ്പെട്ടെങ്കിലും ഇമ്രാൻഖാൻ അത് നിരസിച്ചു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു. തുടർന്ന് പാക് മിലിറ്ററി ഔദ്യോഗിക സർക്കാരിന്റെ അറിവില്ലാതെ US-ൽ വൻ തുക മുടക്കി ലോബിയിങ് നടത്തി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് 2022 മാർച്ചിൽ US അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലൂവും പാക് നയതന്ത്രജ്ഞരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയാൽ പാകിസ്ഥാനോടുള്ള എല്ലാ പിണക്കങ്ങളും അമേരിക്ക മറക്കുമെന്നായിരുന്നു അമേരിക്കയുടെ സൂചന. തൊട്ടടുത്ത മാസം തന്നെ ഇമ്രാൻഖാൻ പുറത്താക്കപ്പെടുകയും ഷെഹബാസ് ഷെരീഫ് അധികാരമേൽക്കുകയും ചെയ്തു. ഇമ്രാൻഖാനെ പുറത്താക്കാൻ ബൈഡൻ ഭരണകൂടത്തിന്റെ പരോക്ഷ പിന്തുണ ലഭിച്ചെങ്കിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ ജോ ബൈഡൻ തയ്യാറായിരുന്നില്ല. പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ആഗോള സുരക്ഷാ ഭീഷണിയാണെന്ന നിലപാടിൽ ബൈഡൻ ഉറച്ചുനിന്നു. എന്നാൽ അന്ന് വന്ന പാക് ആർമി ചീഫ് ജനറൽ ഖമർ ജാവേദ് ബജ്വ അമേരിക്കയുമായുള്ള ബന്ധം പുതുക്കാൻ കടുത്ത ശ്രമങ്ങൾ നടത്തി. 2022 ഒക്ടോബറിൽ വാഷിംഗ്ടണിലെത്തിയ ബജ്വ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെയും അതുപോലെ ജേക്ക് സള്ളിവനെയും കണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകി. ഇസ്രായേലിന്റെ ഭീഷണിയാകാത്ത രീതിയിൽ പാകിസ്ഥാന്റെ മിസൈലുകളുടെ പരിധി പരിമിതപ്പെടുത്തുമെന്നും ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ചൈനയുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കുമെന്നുമായിരുന്നു ബജ്വയുടെ ഉറപ്പുകൾ. ഇതിനൊക്കെ അപ്പുറം അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് പാകിസ്ഥാന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ അനുമതി നൽകാമെന്നും ബജ്വ സമ്മതിച്ചു. എന്നാൽ പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ ബജ്വ ആണവായുധങ്ങളുടെ ചുമതലയുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ SPD മേധാവിയോട് ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ഉത്തരവിട്ടെങ്കിലും SPD മേധാവി ഈ രാജ്യാന്തര സുരക്ഷാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഈ പരാജയമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഒന്നാണ് എന്നും അവിടെ സുരക്ഷിതത്വമില്ലാത്ത ആണവായുധങ്ങളുണ്ട് എന്നും പരസ്യമായി പറയാൻ ജോ ബൈഡനെ പ്രകോപിപ്പിച്ചത്. ഇമ്രാനെ പുറത്താക്കിയിട്ടും ബൈഡന്റെ കാലത്ത് പാകിസ്ഥാന് US-ന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതോടെ കഥ ആകെ മാറി. പാകിസ്ഥാനോടുള്ള സമീപനത്തിൽ ഭിന്നധ്രുവങ്ങളിലായിരുന്നുവെങ്കിലും ഒടുവിൽ പെന്റഗണും CIA-യും മുന്നോട്ട് വെച്ച പ്രായോഗിക നയങ്ങൾക്കാണ് ട്രംപ് അംഗീകാരം നൽകിയത്. ഇതോടെ പാകിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ ദക്ഷിണേഷ്യൻ പങ്കാളിയായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അമേരിക്കയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ വിലപിടിപ്പുള്ള ധാതു വിഭവങ്ങളും ക്രിപ്റ്റോ ഇടപാടുകളും അമേരിക്കൻ കമ്പനികൾക്കായിട്ട് തുറന്നുകൊടുത്തു. ഇതിനു പുറമെ ഗാസയിലെ സമാധാന സേനയിലേക്ക് തങ്ങളുടെ സൈന്യത്തെ അയക്കാമെന്ന വാഗ്ദാനവും അവർ നൽകി. ഇതിന് പകരമായിട്ട് അമേരിക്ക പാകിസ്ഥാന് നേറ്റോ ഗ്രേഡിലുള്ള അത്യാധുനിക സൈനിക ആശയവിനിമയ ഉപകരണങ്ങൾ കൈമാറുകയും ഇന്ത്യയുമായിട്ടുള്ള സൈനിക അസ്വാരസ്യങ്ങളിൽ പാകിസ്ഥാന്റെ പക്ഷം ചേരുകയും ചെയ്തു. ബൈഡന്റെ കാലത്ത് പാക് പ്രധാനമന്ത്രിക്ക് ഒരു ഫോൺ കോൾ പോലും ലഭിക്കാതിരുന്ന സ്ഥാനത്ത് പുതിയ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ 2 തവണയാണ് ട്രംപുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇനി നമുക്ക് ഇതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാം. അസീം മുനീർ വിഭാവനം ചെയ്ത ഈ തന്ത്രങ്ങൾക്ക് ഇന്ന് പാകിസ്ഥാനെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന പീഠത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അടുത്തിടെ നടന്ന US-ഇറാൻ താൽക്കാലിക വെടിനിർത്തൽ ആ സീസ്ഫയർ ടോക്സിൽ പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിച്ചത് ഫീൽഡ് മാർഷൽ അസീം മുനീർ ആയിരുന്നു. ട്രംപ് നേരിട്ടാണ് മുനീറിന്റെ സഹായം ഇതിനായിട്ട് തേടിയത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഈ നയതന്ത്ര ഇടപെടലിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു വശത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. നേരത്തെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിന്റെ 1ാം വാർഷികത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിലാണ് അസീം മുനീർ ഭീഷണി മുഴക്കിയത്. അതുപോലെ പാകിസ്ഥാനെതിരെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് മുനീറിന്റെ മുന്നറിയിപ്പ്. അതായത് അമേരിക്കയെ കയ്യിലെടുത്ത് ഇന്ത്യക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുക കൂടിയാണ് പാക് ആർമിയുടെ ലക്ഷ്യം. ചുരുക്കം പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെയും ജനകീയ നേതാക്കളെയും അടിച്ചമർത്തിക്കൊണ്ട് പാക് സൈനിക നേതൃത്വം കെട്ടിപ്പടുത്ത ഈ അന്താരാഷ്ട്ര സഖ്യം പാകിസ്ഥാന് താൽക്കാലികമായ നയതന്ത്ര മേൽക്കൈ നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വൻ ശക്തികളുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് സ്വന്തം നയങ്ങൾ മാറ്റിയെഴുതുന്ന പാകിസ്ഥാന്റെ ഈ പുതിയ ലണ്ടൻ പ്ലാൻ തന്ത്രം ദക്ഷിണേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെയും വരും നാളുകളിൽ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ പുറമേ കാണുന്ന കാഴ്ചകളല്ല. കർട്ടന് പിന്നിൽ വമ്പൻ രാജ്യങ്ങൾ തമ്മിൽ അതീവ രഹസ്യമായ ഒരു മിലിറ്ററി ഗെയിം തന്നെ കളിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഫസ്റ്റ് പോസ്റ്റും റോയിറ്റേഴ്സും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ വാർത്ത ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്.
ഒരു വശത്ത് ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത, അതായത് പ്രിൻസിപ്പൽ മീഡിയേറ്ററായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന രഹസ്യ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ വൻ സൈനിക വ്യൂഹത്തെയും യുദ്ധവിമാനങ്ങളെയും അതീവ രഹസ്യമായി സൗദി അറേബ്യയിൽ വിന്യസിച്ചിരിക്കുകയാണ്. വെറും ഒരു പ്രതീകാത്മക സഹായമല്ല ഇത്. കൃത്യമായ കോംബാറ്റ് കേപ്പബിൾ ഫോഴ്സ്, അതായത് യുദ്ധം ചെയ്യാൻ സർവ്വസന്നദ്ധരായ ഒരു വൻ സൈന്യത്തെയാണ് പാകിസ്ഥാൻ സൗദിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്താണ് ഈ രഹസ്യ ഓപ്പറേഷന് പിന്നിൽ? ഇതിൽ ചൈനയുടെ പങ്ക് എന്താണ്? ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ സൗദിക്ക് പാകിസ്ഥാൻ നൽകിയ ആ ആണവ ഉറപ്പ് എന്താണ്? പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നും സൗദി അറേബ്യയുടെ പ്രധാന എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ, അതായത് എണ്ണ നിലയങ്ങൾക്ക് നേരെ വൻ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു സൗദി പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടെ ഗൾഫ് മേഖലയിലാകെ വൻ യുദ്ധഭീതി പടർന്നു. സൗദി ശക്തമായി തിരിച്ചടിച്ചാൽ യുദ്ധം കൈവിട്ടു പോകുമെന്ന് എല്ലാവരും ഭയന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ വമ്പൻ മിലിറ്ററി അസറ്റുകൾ സൗദിയിലേക്ക് അയക്കുന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. 5 ഒഫീഷ്യൽ സെക്യൂരിറ്റി സോഴ്സുകളെ ഉദ്ധരിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുമായി ചേർന്ന് പാകിസ്ഥാൻ നിർമ്മിച്ച 16 JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളുടെ ഒരു മുഴുവൻ സ്ക്വാഡ്രൺ പാകിസ്ഥാൻ സൗദിയിലേക്ക് കിങ് അബ്ദുൽ അസീസ് എയർബേസിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു. ഇതിനൊപ്പം 2 സ്ക്വാഡ്രൺ ഡ്രോണുകളും ഇറാന്റെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിത HQ-9 എയർ ഡിഫൻസ് സിസ്റ്റവും പാകിസ്ഥാൻ സൗദിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. ആയുധങ്ങൾ മാത്രമല്ല, ഏകദേശം 8000 പാകിസ്ഥാൻ സൈനികരാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൗദി മണ്ണിൽ എത്തിയിരിക്കുന്നത്. ആവശ്യമായി വന്നാൽ കൂടുതൽ സൈന്യത്തെ അയക്കാമെന്ന ഉറപ്പും പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. ഈ ആയുധങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റവും എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് പാകിസ്ഥാൻ മിലിറ്ററി പേഴ്സണൽ തന്നെയാണ്. എന്നാൽ ഇതിന്റെ മുഴുവൻ ചിലവുകളും, അതായത് ഫണ്ടിംഗ് വഹിക്കുന്നത് സൗദി അറേബ്യയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഇതിന്റെ പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നറിയാമോ? കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ അതീവ രഹസ്യമായ ഒരു സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. ഈ ഒരു കരാറിന്റെ ഉള്ളടക്കം ഇപ്പോഴും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തുടരുകയാണ്. എന്നാൽ ഈ രേഖകൾ കണ്ട ഒരു ഗവൺമെന്റ് സോഴ്സ് വ്യക്തമാക്കുന്നത് ഈ കരാർ പ്രകാരം ആവശ്യമായി വന്നാൽ സൗദി അറേബ്യയുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ 80,000 പാകിസ്ഥാൻ സൈനികരെ വരെ സൗദിയിലേക്ക് വിന്യസിക്കാൻ അനുമതിയുണ്ട് എന്നാണ്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകൾ, അതായത് വാർഷിപ്സ് വിന്യസിക്കാനും ഈ കരാറിൽ വ്യവസ്ഥയുണ്ട്. ഈ സഖ്യത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ആണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഹിന്റ് നൽകിയത് സൗദി അറേബ്യ ഇപ്പോൾ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ അംബർല, അതായത് ആണവ സുരക്ഷാ കുടയ്ക്ക് കീഴിലാണ് എന്നാണ്. ഇവിടെ മറ്റൊരു രസകരമായ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സൗദി അറേബ്യയിൽ നിലവിൽ അമേരിക്കയുടെ അത്യാധുനിക പാട്രിയറ്റ് THAAD എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൊണ്ടുവച്ചിരിക്കുന്ന ചൈനീസ് നിർമ്മിത HQ-9 സിസ്റ്റം കൂടി പ്രവർത്തിക്കുന്നത്. അതായത് വെസ്റ്റേൺ ആയുധങ്ങളും ചൈനീസ് ആയുധങ്ങളും ഒരേ സമയം സൗദിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത് കാണിക്കുന്നത് സൗദി തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇനി വെറും അമേരിക്കയെ മാത്രം ആശ്രയിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലായ പാകിസ്ഥാന് സൗദി നൽകുന്ന $1 ബില്യൺ സാമ്പത്തിക പാക്കേജുകൾക്ക് പകരമായിട്ടാണ് പാകിസ്ഥാൻ തങ്ങളുടെ മിലിറ്ററി പവർ സൗദിക്ക് പണയപ്പെടുത്തുന്നത്. പക്ഷേ ഈ നാടകത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഈ വൻ സൈനിക വിന്യാസം നടത്തുമ്പോഴും ഇസ്ലാമാബാദിൽ ഇരുന്ന് അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ സമാധാനം ഉണ്ടാക്കാൻ ഡീൽ സംസാരിക്കുന്നത് ഇതേ പാകിസ്ഥാനാണ്. കഴിഞ്ഞ 6 ആഴ്ചയായി മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന വെടിനിർത്തലിന് വഴിയൊരുക്കിയത് പാകിസ്ഥാൻ നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ്. ഒരു കൈയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവും മറുകൈയിൽ റഷ്യ ചൈനീസ് സഖ്യത്തിന്റെ പിന്തുണയോടെയുള്ള യുദ്ധവിമാനങ്ങളുമായി നിൽക്കുന്ന പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ഗെയിം, ഇറാനെ കടുത്ത രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ അയച്ച സൈന്യം നിലവിൽ സൗദിയിൽ ട്രെയിനിങ് റോൾ ആണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ അവർ ഇറാനെതിരെ നേരിട്ട് പോരാടാൻ ഇറങ്ങുമെന്നത് വ്യക്തമാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ സൗദിയിലേക്ക് ഈ വൻ സൈനിക വ്യൂഹത്തെ അയച്ചതോടെ മിഡിൽ ഈസ്റ്റിലെ പവർ ബാലൻസ് വീണ്ടും മാറിയിരിക്കുകയാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സ്വന്തം സൈന്യത്തെ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ വിട്ടുകൊടുക്കുന്ന പാകിസ്ഥാന്റെ ഈ പുതിയ തന്ത്രം മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുമോ? ഇത് ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും? കാത്തിരുന്ന് തന്നെ അറിയണം. ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യ കളിക്കുന്നത് വളരെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു കളിയാണ് എന്ന് പറയണം. ഒരു വശത്ത് അമേരിക്കയുമായും മറുവശത്ത് റഷ്യയുമായും ഒരേ സമയം ബന്ധം നിലനിർത്തുന്ന ഇന്ത്യ ഇപ്പോൾ യൂറോപ്പിന്റെ നെറുകയിലുള്ള നോർഡിക് രാജ്യങ്ങളുമായിട്ട് അതീവ തന്ത്രപരമായ ഒരു സഖ്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യ നോർഡിക് ബന്ധത്തിന് വല്ലാത്തൊരു സ്ട്രാറ്റജിക് ഡെപ്ത് കൈവന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കൃത്യം 43 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. ഒടുവിൽ ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന 3rd ഇന്ത്യ നോർഡിക് സമ്മിറ്റിൽ വെച്ച് ഇന്ത്യയും നോർവേയും തങ്ങളുടെ ബന്ധം ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു.
എന്താണ് ഈ സഖ്യത്തിന് പിന്നിലെ രഹസ്യം? വെറും കച്ചവടത്തിനപ്പുറം ചൈനയെ തളയ്ക്കാനും ആർട്ടിക് മേഖലയിൽ മേധാവിത്വം നേടാനും ഈ സഖ്യം ഇന്ത്യയെ എങ്ങനെ സഹായിക്കും നോക്കാം. ആദ്യം നമുക്ക് ഈ നോർഡിക് രാജ്യങ്ങൾ ആരാണ് എന്ന് നോക്കാം. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്തുള്ള നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് എന്നീ 5 രാജ്യങ്ങളെയാണ് നമ്മൾ നോർഡിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. വിസ്തീർണത്തിൽ ചെറുതാണെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണമുള്ള, ടെക്നോളജിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യങ്ങളാണ് ഇവയൊക്കെ. മുൻപ് ഇന്ത്യയുടെ യൂറോപ്യൻ നയതന്ത്രം എന്നത് UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ആ ചിന്താഗതി മാറ്റിവെച്ച് നോർഡിക് രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ഈ രാജ്യങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. ഇന്ത്യക്ക് വലിയൊരു മാർക്കറ്റും അവിടുത്തെ കമ്പനികൾക്ക് ആവശ്യമായ മികച്ച ഗ്ലോബൽ ടാലന്റ് പവർ ഹൗസും, അതായത് വിദഗ്ധ തൊഴിലാളികളെയും നൽകാൻ കഴിയും. 2 കൂട്ടർക്കും പരസ്പരം വലിയ ആവശ്യങ്ങളുണ്ടെന്ന് ചുരുക്കം. നോർവേ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ സ്വീഡനിൽ നിന്നും ഫിൻലൻഡിൽ നിന്നും കൂടി അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒഫീഷ്യലായി ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനാണ് ലക്ഷ്യം. ഇതിനായിട്ട് മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ സ്വീഡൻ എന്നീ പദ്ധതികൾ ഒന്നിച്ചു കൊണ്ടുപോകും. കൂടാതെ സ്പേസ് ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും വൻ കോർപ്പറേഷനാണ് വരാൻ പോകുന്നത്. ഇനി ഫിൻലൻഡിന്റെ കാര്യം നോക്കൂ. കഴിഞ്ഞ മാർച്ചിൽ ഫിൻലൻഡ് പ്രസിഡന്റ് ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ്ബ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഡിജിറ്റലൈസേഷൻ, ഗ്രീൻ എനർജി എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫിൻലൻഡും കൈകോർക്കാൻ ഇതിനകം ധാരണയായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ വർഷം ജനുവരിയിൽ ഒപ്പുവെച്ച ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കൂടി നിലവിൽ വന്നതോടെ നോർഡിക് രാജ്യങ്ങളിലെ വമ്പൻ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് നിക്ഷേപം ഒഴുക്കാൻ വലിയൊരു വാതിലാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു കടുത്ത ജിയോ പൊളിറ്റിക്കൽ വശം കൂടിയുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം നോർഡിക് രാജ്യങ്ങളെല്ലാം റഷ്യക്കെതിരാണ്. ഫിൻലൻഡും സ്വീഡനും നേറ്റോയിൽ അംഗങ്ങളാവുകയും ചെയ്തു. അതേസമയം ചൈന തങ്ങളുടെ പോളാർ സിൽക്ക് റോഡ് പദ്ധതിയിലൂടെ ആർട്ടിക് മേഖലയിൽ വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുമ്പോൾ പുതിയ കപ്പൽശാലകൾ തുറക്കപ്പെടും. അവിടെയുള്ള വമ്പൻ എണ്ണ ധാതു ശേഖരങ്ങളിൽ ചൈന കണ്ണുവെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ എൻട്രി വരുന്നത്. നോർഡിക് രാജ്യങ്ങളുമായി ചേർന്ന് ആർട്ടിക് ഗവേണൻസ്, അതായത് ആർട്ടിക് മേഖലയുടെ സുരക്ഷയിലും ഗവേഷണത്തിലും ഒക്കെ പങ്കാളിയാകാൻ ഇന്ത്യക്ക് സാധിക്കും. ചൈനയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തെ തടയാൻ നോർഡിക് രാജ്യങ്ങൾക്ക് ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ വൻശക്തിയുടെ പിന്തുണ അത്യാവശ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളിലേക്കും കൂടി ഇനി വരാം. നോർഡിക് രാജ്യങ്ങൾ ക്ലീൻ എനർജി, ഓഫ് ഷോർ വിൻഡ്, അതായത് കാറ്റാടി യന്ത്രങ്ങൾ, ഗ്രീൻ ഹൈഡ്രജൻ, കാർബൺ ക്യാപ്ചർ തുടങ്ങിയവയിൽ ലോകത്തെ തന്നെ ലീഡേഴ്സ് ആണ്. ഇന്ത്യ ആകട്ടെ 2070ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യമിട്ട് വലിയൊരു ഗ്രീൻ ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിലാണ്. നോർവേയുമായി നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വഴി കടലിലൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാക്കാനുള്ള, അതായത് ഗ്രീൻ ഷിപ്പിംഗ്, അതുപോലെ ബ്ലൂ എക്കണോമി സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തും. നോർവേയിൽ നിന്നുള്ള LPG ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് ലഭിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് നോർഡിക് രാജ്യങ്ങളിലെ ഫണ്ടിങ്ങും സാങ്കേതിക വിദ്യയും സ്വന്തമാക്കാനും ഇത് വലിയൊരു അവസരമാണ്. ചുരുക്കം പറഞ്ഞാൽ വെറും ഒരു കച്ചവട കരാറിനപ്പുറം ഇന്ത്യയുടെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തന്ത്രപ്രധാന സഖ്യമാണ് നോർഡിക് രാജ്യങ്ങളുമായി രൂപപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ, അതായത് UNSC, ഇന്ത്യക്ക് സ്ഥിരം അംഗത്വം ലഭിക്കണമെന്ന കാര്യത്തിൽ നോർവേയും സ്വീഡനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് യുഗത്തിലെ ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോകക്രമം നിലനിർത്താൻ ഈ സഖ്യം വലിയൊരു പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ ലോകത്ത് പലവിധ രാഷ്ട്രീയ വെല്ലുവിളികളും നിയമമാറ്റങ്ങളും നടക്കുമ്പോഴും പുതിയ കൂട്ടുകെട്ടുകളും ഗ്രീൻ ടെക്നോളജികളും കൂടുതൽ നല്ലൊരു ഭാവിക്കായിട്ട് വഴി തുറക്കുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും നിയമങ്ങൾ കൃത്യമായി പാലിച്ചും പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടും മുന്നോട്ട് പോയാൽ